ഹലോ ഫ്രണ്ട്സ്, മാളൂസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും അനുഗ്രഹിക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു എനിക്ക് പേയ്മെൻറ്റ് ചെയ്തത് 2-3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മെസ്സേജ് ഇട്ട് എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ എന്നെ മനസ്സിലാക്കിയാണ് പുള്ളിക്കാരി മെസ്സേജ് ഇട്ടത്. ഞാൻ പറ്റിക്കുന്ന ആളല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ ഒരിക്കലും അങ്ങനെ ഇതുവരെയും ആർക്കും പ്ലാൻ അയക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഫോൺ മിസ്സായിപ്പോയി, ഫോൺ എൻ്റെ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ചാനൽ എനിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ നമ്പേഴ്സ് കിട്ടിയെങ്കിലും മൊബൈൽ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തുവെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് ആരുടെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 10,000-ൽ മേളിൽ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൽ ID വെച്ച് നമുക്ക് ആ കോൺടാക്റ്റ് എടുക്കാൻ പറ്റിയെങ്കിൽ ആരുടെ പേര് സേവ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ദയവ് ചെയ്ത് മെസ്സേജ് ഇടണം കേട്ടോ. നിങ്ങൾക്കുള്ള ഫണ്ട് റീഫണ്ട് ചെയ്ത് അല്ലെങ്കിൽ പ്ലാൻ്റെ ഒക്കെ ചെയ്താൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയെക്കുറിച്ച് പറയാം. ഇന്ന് ബൊഗൈൻവില്ല കോമ്പോസ് കാണിക്കുന്നുണ്ട്, കോമ്പോയും ഉണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു കളറ് ചിലരിൽ കാണുമല്ലോ, ചിലരുടെ കയ്യിലുള്ളത് തന്നെ റിപ്പീറ്റ് ആയിട്ട് കോമ്പോയിലുണ്ടെങ്കിൽ അത് വാങ്ങാതെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നതും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇൻഡോറും ഔട്ട്ഡോറും പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്, പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലെടുത്ത് പ്ലാന്റ് കാണിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്ലാതെ തന്നെ കൈ വെച്ചിട്ട് അതിൻ്റെ സൈസ് കാണിക്കാം. ഒരു പ്ലാന്റും വളരെ കുഞ്ഞ് തിന്നായിട്ടുള്ള സ്റ്റെമുള്ളതല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമുള്ള പ്ലാന്റ്സ് ആണ്. പ്ലാന്റ് സൈസും പ്ലാന്റ് കാണിക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. മഴക്കാലം വരികയാണ്. അപ്പോൾ കട്ടിങ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. എല്ലാ കളേഴ്സും ടാഗ് ചെയ്താണ് അയക്കുന്നത്. അതിൽ തായ് ഡിലൈറ്റ് ഉൾപ്പെടെ എല്ലാ വെറൈറ്റീസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഞാൻ മഴയ്ക്ക് മുന്നേ എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ സെയിൽ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫോക്സ്ടെയിൽ പിങ്ക് വെറൈറ്റിയാണ്. അടിപൊളി ഒരു വെറൈറ്റിയാണ്. ബൊഗൈൻവില്ലാസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അല്ലേ ഇത്. ഈ ഒരു പാറ്റേണിലുള്ള ഫ്ലവേഴ്സ് തരുന്നത്. ഇത് നമ്മുടെ ഫോക്സ്ടെയിൽ അല്ല, ഇത് കേർലി പെറ്റൽ തരുന്ന ഹൈബ്രിഡ് ഇനം വെറൈറ്റിയാണ്. എപ്പോഴും പൂവുണ്ടാവും. ഇത് കട്ട് ചെയ്ത് പുഷായിട്ട് നിർത്തി വളർത്താൻ പറ്റും. നോർമൽ നാടൻ വെറൈറ്റി അല്ല, പെറ്റൽസ് ഇങ്ങനെ അടുങ്ങിയാണ് അതിൽ ഫ്ലവർ ഉണ്ടാവുന്നത്. നമ്മുടെ ഫോക്സ്ടെയിൽ വെറൈറ്റിയുടെ ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും അവൈലബിൾ ആണ്. അത് രണ്ടുപേരും ചേർത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ കോംബോയിൽ വരുന്ന ആൾക്കാരാണ്. കോംബോയിൽ വരുന്ന ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, പകുതി പിങ്കും പകുതി വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഐസ്ക്രീം പിങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഹാഫ് വൈറ്റും ഹാഫ് പിങ്കും ആണ്. വലിയ പെറ്റലാവട്ടോ, വലിയ പെറ്റൽസിലാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത്. ഇതാണ് നേരത്തെ ഞാൻ കാണിച്ച ഫോക്സ്ടെയിലിൻ്റെ ഡാർക്ക് മജന്ത കളറ്. അപ്പോൾ ഫസ്റ്റത്തെ കോംബോയിൽ വരുന്നത് ഇവരാണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. സെയിം സൈസിലെ പ്ലാന്റ്സാണ് അയക്കണത്. ചിലതിലൊക്കെ ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ, ചിലതിലൊക്കെ അതുപോലെ ഫ്ലവർ ആയി നിൽപ്പുണ്ട്. ഇവരാണ് ഫസ്റ്റ് കോംബോ. ഇതിൽ ഡാർക്ക് പിങ്കും ഈ ലൈറ്റ് പിങ്കും കൂടെ ചേർന്നിട്ട് 250 രൂപയ്ക്കാണ് കോംബോ ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന സെയിം സൈസിലുള്ള ഫ്ലവേർഡ് പ്ലാന്റ്സ് ആയിരിക്കും. നമ്മുടെ വെരിഗേറ്റഡ് സുന്ദരി, ഇവളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡബിൾ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്നത്. വൈറ്റും പിങ്കും പകുതിയായിട്ട് വിരിയാറുണ്ട്. ഞാൻ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മുടെ ചാണകപ്പൊടിയിലാണ് നട്ടു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാം. ഇത് നമ്മുടെ ഫോക്സ്ടെയിലിൻ്റെ ബഡ് വന്ന തൈകളാണ്. എല്ലാത്തിലും ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലാന്റ്സ് ആയിരിക്കും ഞാൻ അയക്കുന്നത്. പൂവുള്ളതുകൊണ്ട് പൂവില്ലാത്തതുകൊണ്ട്. കോംബോയിൽ വരുന്ന ഓറഞ്ച്, വൈറ്റ്, പിങ്ക്, റെഡിഷ് പിങ്ക്, അങ്ങനെ പല വെറൈറ്റീസ് 5 എണ്ണമാണ് 350ക്ക് കോംബോയിൽ വരുന്നത്. ഇത് ചില്ലി ഐസ്ക്രീം വെറൈറ്റിയാണ്. ചില്ലി ഐസ്ക്രീമിൻ്റെ കുറച്ച് തൈകളെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് ഇടുന്നവർക്ക് പ്രിയോറിറ്റി കൊടുക്കുള്ളൂ. പേയ്മെൻറ്റ് ആദ്യം അയക്കുന്നതാണ്. നമ്മുടെ ഡാർക്ക് റെഡ് തെച്ചിയാണ്. മിനിയേച്ചർ ടൈപ്പാണ്. വലിയ പെറ്റൽസാണ് ഇതിലുള്ളത്. ലീഫ് ചെറുതും പൂക്കൾ വലുതുമാണ് ഉണ്ടാവുന്നത്. അടുത്തത് നമ്മുടെ പെൻറ്റാസ് ആണ്. പെൻറ്റാസിൻ്റെ ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. ഇത് നാടൻ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വളർത്താം, ചീഞ്ഞൊന്നും പോവില്ല. ഇത് ഹൈബ്രിഡ് ഇനം, കടുത്ത കളറിലെ നമ്മളൊരു എന്താ പറയുക കരിനീല കളർ എന്നൊക്കെ പറയുന്നൊരു ടൈപ്പാണ്. അപ്പോൾ നാടനും ഹൈബ്രിഡും അവൈലബിൾ ആണ്. ഹൈബ്രിഡ് ഇനങ്ങളെക്കാളും കൂടുതലായിട്ട് നാടൻ വെറൈറ്റീസാണ് നമ്മുടെ കൂടെ എപ്പോഴും കാണുന്നത് അല്ലേ, പ്രത്യേകിച്ച് പെൻഡാസ് പോലെയുള്ള പ്ലാന്റ്സുകളിൽ. ഇത് നമ്മുടെ കോംബോയിൽ വരുന്ന ഒരു സുന്ദരിയാണ്. ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഇതും കോംബോയിൽ വരുന്നതാണ്. മിക്കവാറും ഉള്ളതിലൊക്കെ ഫ്ലവർ ഉണ്ട്, എന്നാലും ഫ്ലവർ ഇല്ലാത്ത തൈകളും കോംബോയിൽ വെക്കുന്നുണ്ട്.
ഇതെല്ലാം കോംബോയ്ക്ക് അയക്കേണ്ട ആൾക്കാരാണ്. പല പല കളേഴ്സ് മിക്സ് ചെയ്താണ് അയക്കുന്നത്. 5 വെറൈറ്റി 350 റുപ്പീസാണ്. അപ്പോൾ മെസ്സേജ് ഇടുമ്പോൾ സെപ്പറേറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നമ്മുടെ നാടൻ ഓൺ റൂട്ടഡ് മഞ്ഞ റോസാണ്. റോസ് കോംബോയും അവൈലബിൾ ആണ്. റോസ് കോംബോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എല്ലാം ഓൺ റൂട്ടഡ് ആണ്. നമ്മുടെ ഗാർഡൻ സോയിലല്ല, നമ്മൾ തന്നെ ചാണകപ്പൊടി ഇട്ട് വളർത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അയക്കുമ്പോൾ നിങ്ങൾക്കത് ഡയറക്റ്റ് നിങ്ങളുടെ മണ്ണിൽ തന്നെ നടാൻ പറ്റും, സേഫാണ്. ഈ കർലി ഷേപ്ഡ് പ്ലാന്റ്സ് എല്ലാം നാളെ അയക്കേണ്ട സുന്ദരികളാണ്. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഗാർഡനിൽ എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഫേവററ്റ് ലിസ്റ്റിലുള്ള ഒരാളാണ് നമ്മുടെ വാട്ടർ ജാസ്മിൻ്റെ വലിയ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. എപ്പോഴും പൂവാണ്. ഇത് എൻ്റെ ഗാർഡനിൽ വന്നതിന് ശേഷം ഡെയിലി ഫ്ലവേഴ്സാണ്. ഇങ്ങനെ ഈ താഴേക്ക് ഇങ്ങനെ മഴത്തുള്ളികൾ പോലെ കിടക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഫ്ലവർ ഒരു ബ്രാഞ്ച് വരുമ്പോൾ തന്നെ അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകും. ഇതാണ് നമ്മൾ സെയിലിന് വെച്ചേക്കുന്ന പ്ലാന്റ് സൈസ്. അപ്പോൾ ഞാൻ അയച്ചവർക്കൊക്കെ ഫ്ലവർ ആയി എന്ന് പറഞ്ഞു, ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ കാണുന്ന സെയിം സൈസ് പ്ലാന്റാണ് അയക്കുന്നത്. ഇത് നമ്മുടെ ഫൈക്കസ് വെറൈറ്റിയാണ്. ഫൈക്കസ് വെറൈറ്റികളൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ലക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫൈക്കസ് വെറൈറ്റിയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് 50 രൂപയാണ്. അത്യാവശ്യം മെച്യൂറായ സ്റ്റെമ്മുള്ള പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ഫൈക്കസ് പ്ലാന്റ്സ് ആണ്. ഇവിടെ മഴയായതുകൊണ്ട് കുറച്ച് ഇല കൊഴിഞ്ഞിട്ട് നിൽക്കുവാണ്. പക്ഷേ നല്ല ഭംഗിയാണ്. ഫൈക്കസ് കളക്ഷനിൽ വെക്കാൻ ആഗ്രഹമുള്ളവർ അറിയിക്കണം. ഇത് നമ്മുടെ കോമൺ ടൈപ്പ് ഗ്രീൻ അല്ല, വളരെ തിന്നായിട്ടുള്ള ലീഫ് വരുന്ന ഗ്രീൻ ഫൈക്കസ് ആണ്. നമ്മുടെ തെച്ചിപ്പൂക്കൾ അല്ലെങ്കിൽ എക്സോറ എന്ന് പറയുന്ന പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവർ കാണാൻ പ്രത്യേക ഭംഗിയാണ്. പിങ്ക് കളറിൽ വൈറ്റ് ബോർഡർ പോലെയാണ് ഫ്ലവർ വരുന്നത്. ലീഫും കാണാൻ സുന്ദരിയാണ്. ഇത് യെല്ലോ മെലസ്റ്റോമയുടെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ പേര് അറിയാത്തവർ സ്ക്രീൻഷോട്ട് ഇടുക, അല്ലെങ്കിൽ പേര് മെൻഷൻ ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടണം കേട്ടോ. ഇത് ഫോക്സ്ടെയിൽ ഫേണാണ്. ഭയങ്കര രസമാണ്. നമുക്കൊരു പോട്ടിൽ തൂക്കിയിടുകയാണെങ്കിൽ ഭയങ്കര വൈബാണ് കേട്ടോ കാണാൻ. നല്ല സുന്ദരിയാണ്. അപ്പോൾ അതിൻ്റെ ഈ സൈസിലുള്ള തൈകൾ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതും ഒരു ലക്കി പ്ലാന്റ് എന്ന് പറയാം. എനിക്ക് ഭയങ്കര ലക്കായിട്ട് തോന്നിയിട്ടുള്ളൊരു ചെടിയാണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വലിയ പ്ലാന്റാണ്. ഇതിലൊരു ബഞ്ചായിട്ട് ഫ്ലവർ ഉണ്ടാവാറുണ്ട്. ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഗ്രീൻ ലീഫിൽ വൈറ്റ് ഫ്ലവർ വരുന്നത്, മജന്ത ഫ്ലവർ വരുന്നത്, പിന്നെ ഈ ബർഗണ്ടി കളർ ലീഫ് വരുന്നതും അവൈലബിൾ ആണ്. യെല്ലോ കളറ് ബൊഗെയിനില്ല, എല്ലാത്തിലും ഫ്ലവർ ഉള്ളതും കൂടി ചേർത്തിട്ടാണ് കോംബോയിലുള്ളത്. ഇതെല്ലാം കോംബോയിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അടുത്തത് ഒരു ഫേൺ വെറൈറ്റിയാണ്. ഈ കാണുന്ന സെയിം സൈസിലുള്ള ഫേണാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്യാം, പോണ്ട് സെറ്റ് ഇട്ട് അതിൻ്റെ ചുറ്റിനും വെക്കാം കേട്ടോ. അടുത്തായിട്ട് ക്രിപ്താദസ് വെറൈറ്റിയാണ്. ഇതേ കാണുന്ന സെയിം സൈസ് പ്ലാന്റാണ് സെയിലിനുള്ളത്. ഫിലോഡെൻഡ്രോണിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ പ്ലാന്റ് 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കുറച്ച് തൈകളേ ഉള്ളൂ. റിയോ പ്ലാന്റ് 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് ബർഗണ്ടി കളറ് ലീഫ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പറായിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റാണ്. 20 രൂപയാണ്. ഈ നമ്മുടെ ഫിഷ് ടെയിൽ ഈ കാണുന്ന സെയിം സൈസ് പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിങ്ക് കളറ് ഈ കളർ പ്ലാന്റിൻ്റെ കട്ടിങ്സും അവൈലബിൾ ആണ്, റൂട്ടഡ് പ്ലാന്റും അവൈലബിൾ ആണ്. ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ റോസ് കോംബോയുടെ ഡീറ്റെയിൽ വീഡിയോ കാണിക്കുന്നതാണ്. ഇതിൽ കാണുന്ന ചില വെറൈറ്റീസ് മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ടുള്ള എല്ലാ പ്ലാന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. അതിലും റെയർ കളക്ഷൻ ബൊഗെയിൻവില്ലാസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ കാണിച്ച കോംബോയിലുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇത് വലിയ പെറ്റലായിട്ടിരിക്കുന്നുണ്ടോ. ഇതിൻ്റെ പെറ്റൽസിൻ്റെ വലിപ്പവും പൂവിൻ്റെ ഒരു സ്ട്രക്ചർ ഭയങ്കര രസമാണ് കാണാൻ. നിറഞ്ഞ് പൂവുണ്ടാവും. യെല്ലോ ബൊഗെയിൻവില്ലാസിൻ്റെ വലിയ പ്ലാന്റ്സും ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.